ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ നിലപാടിനെതിരെ കൂടുതൽ ആളുകൾ ഇന്നത്തെ വാർത്താപ്പകലിൽ രംഗത്ത് വന്നു. സിനിമയിലെ ചൂഷണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗം അൻസി വാഹാസൻ 24-നോട്. സർക്കാരിനേക്കാൾ മുമ്പ് നടപടിയെടുക്കേണ്ടത് അമ്മയാണെന്ന് നടി ഉർവശിയും ഇന്നത്തെ വാർത്താപ്പകലിൽ പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അറിയില്ലെന്നും കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നും പറഞ്ഞൊഴിഞ്ഞ അമ്മ നേതൃത്വത്തെ തള്ളുകയാണ് സംഘടനയ്ക്ക് ഉള്ളിലുള്ളവർ പോലും. ഒറ്റപ്പെട്ടതല്ല, ഒരു സംഭവമായാൽ പോലും നടപടി വേണമെന്ന് പറഞ്ഞ ജഗദീഷിന് പിന്നാലെ കൂടുതൽ പേർ സമാന നിലപാടുമായി രംഗത്തെത്തി. സിദ്ദിഖിന്റെ ഒഴുക്കൻ മറുപടി ശരിയായില്ലെന്ന് നടി ഉർവശി തുറന്നടിച്ചു. ഈ സ്ത്രീകളുടെ കാര്യങ്ങളിൽ അമ്മ സംഘടന വളരെ ശക്തമായി ഇടപെടേണ്ട ഒരു സമയമാണ്. അവരുടെ ശക്തമായ നിലപാടുകളാണ് ഈ ഒഴുകിയും തെന്നിയും മാറി ആലോചിക്കാം, പഠിച്ച് വസ്തുതകളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചിന്തിക്കാം എന്നൊന്നുമല്ലാതെ വളരെ ശക്തമായിട്ട് ഒന്നിച്ച് നിലകൊള്ളണം. സിനിമയിലെ ചൂഷണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗമായ അൻസിബ തന്നെ തുറന്നു പറയുമ്പോൾ സംഘടനയിൽ അഭിപ്രായ ഐക്യമുണ്ടെന്ന സിദ്ദിഖിന്റെ വാദം വീണ്ടും പൊളിഞ്ഞു. ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം കുറേ പേര് ഇപ്പോൾ ഇത്രയും സ്ത്രീകളാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ഇത്രയും സ്ത്രീകളുടെ ഒരു അവർ അനുഭവിച്ചിട്ടുള്ള ഒരു വേദനകളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സിനിമയിൽ അഭിനയിച്ച് ഇത്രയും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച സ്ത്രീകളാണ് അവരുടെ പരാതികളും അവരുടെ പ്രശ്നങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിൽക്കണം. കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന ആരോപണം ശരിവെച്ച് നടി ശ്വേത മേനോൻ. പവർ ഗ്രൂപ്പിന്റെ ഇടപെടൽ മൂലം തനിക്ക് 9 സിനിമകൾ നഷ്ടമായെന്നും ശ്വേത. 9 സിനിമേന്റെ സൈനിങ് എമൗണ്ട് എല്ലാം ഞാൻ ഇട്ട് വിഴുങ്ങി. ഇപ്പൊ ആരാന്നറിയില്ലെങ്കിലും അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ സ്ത്രീകളുണ്ട്. അതിൽ ഐ ഡോണ്ട് ലൈക്ക് ദീസ് ആണുങ്ങൾ മാത്രം തെറ്റായി ചെയ്യുന്നത്. അത് എനിക്ക് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇതിൽ അതേ സമയത്ത് സ്ത്രീകൾ എന്തുകൊണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യില്ല? ഏറ്റവും വലിയ ദുഷ്മൻ സ്ത്രീ തന്നെയാണ്. പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും എതിർത്തതിനാൽ അവസരം നഷ്ടമായിട്ടുണ്ടെന്നും ഗായത്രി വർഷയും ആവർത്തിച്ചു. ചലച്ചിത്ര മേഖലയിൽ ദുരനുഭവം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണമെന്ന് നടി ഉഷ ഹസീന. നിങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് വരണം. പരാതി കൊടുത്തില്ലെങ്കിൽ ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇതങ്ങ് പോവും, എല്ലാം പോകുന്നു. മുൻകാലത്തെ അനുഭവം അത് തന്നെയല്ലേ. സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ പ്രതിരോധം തീർക്കുന്നത് ആർക്കുവേണ്ടിയെന്ന് ജോളി ചിറയത്ത്. എന്താണ് അവരുടെ ഡിഫെൻസീവ് പോയിന്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് അവർ പറയാൻ ശ്രമിക്കുന്നത്? നമ്മൾ ആരെങ്കിലോ അല്ലെങ്കിൽ ഈ കമ്മിറ്റി അല്ലെങ്കിൽ കണ്ടെത്തലുകളോ അങ്ങനെ അമ്മയിലെ ആളുകളാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അങ്ങനത്തെ ഫൈൻഡിങ്സ് ഒന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. അപ്പം ഇത്രയും ഡിഫെൻസീവ് ആവേണ്ട കാര്യമില്ല. റിപ്പോർട്ട് പുറത്തുവന്ന 5-ാം നാൾ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അമ്മ നേതൃത്വം പ്രതികരിച്ചത്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഭിന്നാഭിപ്രായം സംഘടനയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24.